യുക്രൈനിലെ യുദ്ധം കഴിഞ്ഞിട്ട് വേണം അവിടെയൊക്കെ ഒന്ന് പോയി കറങ്ങാൻ എന്നാഗ്രഹിക്കുന്ന കുറേ ടൂറിസ്റ്റുകളുണ്ട്. അതേപോലെ തന്നെ വയനാട്ടിൽ കാഴ്ച കാണാനായി വണ്ടിയെടുത്ത് ഇറങ്ങുന്ന കുറേ മലയാളികളുമുണ്ട്. ഇപ്പോൾ ഇത്തരക്കാരെ കേരള പോലീസിന് പോലും പേടിയാണ്. ദുരിത പ്രദേശങ്ങളിലും അസന്തുഷ്ടിയുള്ള ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളും സന്ദർശിക്കുകയും അവിടെ കാഴ്ചക്കാരായി പോവുകയും ചെയ്യുന്നതിനെയാണ് ഡാർക്ക് ടൂറിസം അല്ലെങ്കിൽ ധനാ ടൂറിസം എന്ന് പറയുന്നത്. ഈ ഒരു ശീലം മലയാളിക്ക് മാത്രമല്ല, ലോകമെമ്പാടും പല സ്ഥലങ്ങളിലും, അതായത് വാട്ടർലൂ യുദ്ധം നടന്ന സ്ഥലങ്ങളിൽ ആളുകൾ വാനിൽ പോയി ഈ കാഴ്ച കാണാൻ പോകുമായിരുന്നു അത്രേ. അതേപോലെ തന്നെ ഫ്രാൻസിൽ കൂട്ടമായിട്ടുള്ള തൂക്കിക്കൊല കാണാനായിട്ടും ജനക്കൂട്ടം കൂടിയിരുന്നു. അമേരിക്കയിലെ ഒരു പഠനപ്രകാരം ഏകദേശം 82% ആളുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു ഡാർക്ക് ടൂറിസ്റ്റ് സ്പോട്ട് അല്ലെങ്കിൽ ധനാട്രോപിക് സ്പോട്ടിൽ കാഴ്ച കാണാൻ പോകാറുണ്ട് എന്നുള്ളതാണ്. ഇത്തരം പ്രധാന സ്പോട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ചെർണോബിൽ ദുരന്തം നടന്ന സ്ഥലം, US പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡി മരണപ്പെട്ട സ്ഥലം, ഇനി ഇന്ത്യയിലാണെങ്കിൽ കാലാപാനി ജയില്, പോർട്ട് ബ്ലെയർ ജയിലും, പിന്നെ ഉത്തരാഖണ്ഡ് റൂപ്കുണ്ട് റിവർ, ഇതൊക്കെ കാണാനായി ഒരുപാട് പേര് പോകുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ഏറ്റവും അവസാനത്തതെന്ന് പറയുന്നത് വയനാടാണ്. ഡാർക്ക് ടൂറിസം നല്ലതാണെന്നോ മോശമാണെന്നോ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷേ ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വയനാട്ടിൽ നടക്കുന്ന സമയത്ത് ഇത്തരം ടൂറിസം ഇതിനെ തടസ്സപ്പെടുത്തുന്നു. അതുകൊണ്ട് കഴിവതും ഇത് ഒഴിവാക്കണം എന്നുള്ളതാണ് കേരള പോലീസ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്.